അഴിഞ്ഞാടി സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടം. നല്ല വൈബായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. പിന്നെ കുറെ പേര് സാഫ് പോയി, സിജു, ജോമോൻ വീട്ടിലും പെർഫോമൻസ് അടിപൊളി. 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ചിരി, ഔട്ട് ആൻഡ് ഔട്ട് ഒരു 1.5 കല്യാണം കൂടിയ വൈബ്. വിപിൻ ദാസ് അസ്റ്റാണ് കഴിച്ചു. എന്താ പറയാ, സത്യം പറഞ്ഞാൽ ചിരിച്ച് കവളിപ്പോഴും എടുക്കുക. പൃഥ്വിരാജ് ബേസിലെ കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല റാപ്പമായിരുന്നു. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ലെവലാവും. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ഉണ്ട്, ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പൊടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ കോമഡീസും നന്നായി വന്നിട്ടുണ്ട്, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഐ എം വെരി ഹാപ്പി ആൻഡ് സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോംബോ ആണല്ലോ അത്, പക്ഷെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. രാജുവേട്ടനെ നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഒത്തിരി നാൾ കൂടി ആയിരിക്കും കാണുന്നത്, അതുകൊണ്ട് രസമുണ്ട്, എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. വർക്കാണ് എനിക്ക് വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുമാണ്. ചിരിപ്പിച്ച് കൊല്ലും. പാടുജീവിതമൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ കരഞ്ഞിട്ട് നെഞ്ഞത്തൊക്കെ അടിച്ചിട്ട് അയ്യോ എൻ്റെ രാജ്യത്തെ ആ ബോഡിയൊക്കെ കാണുമ്പോൾ ട്രാൻസ്പെറൻസ് അത് ഈ പടം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചിട്ട് തല കാത്തിട്ട് ഇറങ്ങുന്നത്. കാരണം ഇനി തല പൊന്താനേ വയ്യ, അത്ര ചിരിപ്പിച്ച് കൊല്ലുന്നുണ്ട് പടം. സാറൊക്കെ സാറാണെങ്കിൽ ഉൾപ്പെടെ അതിലായിട്ട് ആ ടീമിന് സല്യൂട്ട്. എല്ലാവരും നല്ല കിടലായിട്ട് വന്നത്. അതുപോലെ തന്നെ നിഖില, പിന്നെ അനശ്വര, ഇവർ 4 പേരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നല്ലൊരു പടം. നല്ല കോമഡി നല്ലൊരു വർക്കൗട്ട് ആയിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെയും രാജുവേട്ടൻ്റെയൊക്കെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അതുപോലെ ജയശേഷക്കുള്ള ഒരു ബേസിൽ ജോസഫിൻ്റെ നല്ലൊരു ഒരു ഫാമിലി മൂവിയാണ്. ഏതായാലും വിപിൻ ദാസ് എന്ന ഡയറക്ടറിൻ്റെ ഒരു നെക്സ്റ്റ് ഹിറ്റ് ആണെന്ന് തന്നെ പറയാം. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി ഫീൽ ചെയ്ത മൂവിയാണ്.